സ്നേഹനിധിയായ യേശു മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 21 മുതൽ ഉള്ള വാക്യങ്ങൾ പറയുന്നത് സഹോദരനുമായി രമ്യപ്പെടുക എന്നാണ്. ദൈവത്തിൻ്റെ സ്നേഹം നിറഞ്ഞ ഈ സുവിശേഷ ഭാഗങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ ദൈവസ്നേഹം നിറഞ്ഞവർക്കായിട്ട് ഞാൻ ഒന്ന് പങ്കുവെക്കുന്നു. ദൈവത്തെ കൂടുതൽ അറിയുവാനും മറ്റുള്ളവരെ അറിയിക്കുവാനും വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് ഇതിൻ്റെ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുക. പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനാ സഹായങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹം കാണിച്ചു തരുന്ന മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 21 മുതൽ ഉള്ള സുവിശേഷ ഭാഗം ഒന്ന് നോക്കാം. കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും എന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിൻ്റെ മുൻപിൽ നിൽക്കേണ്ടി വരും. വിഡ്ഢി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയായിത്തീരും. നീ ബലിപീഠത്തിൽ കാഴ്ച അർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടെന്ന് അവിടെ വെച്ചോർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക. പിന്നെ വന്ന് കാഴ്ച അർപ്പിക്കുക. നീ പ്രതിയോഗിയോട് വഴക്ക് വെച്ചത് തന്നെ വേഗം രമ്യപ്പെട്ടുകൊള്ളുക. അല്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെ നീ കാരാഗൃഹത്തിൽ അടക്കപ്പെടും. അവസാനത്തെ ചില്ലിക്കാശും കൊടുത്ത് വീട്ടുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല. സത്യമായി ഞാൻ നിന്നോട് പറയുന്ന വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. വലത്ത് കണ്ണ് നിനക്ക് പാപഹേതുവാണെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക. ഇതുപോലെ സഹോദരങ്ങളെ സ്നേഹിക്കുവാനും വ്യഭിചാരം ചെയ്യാതിരിക്കാനും തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനും എല്ലാം പഠിപ്പിക്കുന്നൊരു സുവിശേഷ ഭാഗം ആയിരുന്നു ഇത്. അതോടൊപ്പം തന്നെ സ്നേഹത്തിൻ്റെ പ്രതീകമായ ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച സുവിശേഷ ഭാഗം മത്തായിയുടെ 5-ാം അധ്യായത്തിൽ 43 വരെയുള്ള സുവിശേഷ ഭാഗങ്ങളിൽ പങ്കുവെക്കുന്നുണ്ട്. അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും. അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യുകയും ചെയ്യുന്നു. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്കെന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാർക്ക് പോലും അതുതന്നെ ചെയ്യുന്നില്ലേ? സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യൂ എന്നുണ്ടെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വിജാതീയരും അതുതന്നെ ചെയ്യുന്നല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കാൻ ശ്രദ്ധിക്കുക. ദൈവം സ്നേഹത്തോടെ നമ്മൾക്കായിട്ട് സമർപ്പിച്ച ഈ സുവിശേഷ ഭാഗം നമ്മൾക്ക് ജീവിതത്തിൽ സമയം ഇല്ലാതെ തിരക്ക് മൂലം ഓടി നടക്കുന്നവർക്ക് ഈ സുവിശേഷ ഭാഗങ്ങൾ ഒന്ന് കേൾക്കുവാനും മനസ്സിൽ ആനന്ദം പകരുവാനും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇനിയും ദൈവത്തിൻ്റെ സുവിശേഷ ഭാഗങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇനിയുള്ള വീഡിയോകൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി അമർത്തുകയും
നിങ്ങളുടെ പ്രാർത്ഥനാ സഹായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി.